ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഐലൈനർ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോവാണ് ഗൈസ്. വേറെ ഒന്നുമല്ല, സൗദി പെട്ടി പൊട്ടിക്കണ വീഡിയോ ഇട്ടപ്പം അതിലെനിക്കൊരു ഐലൈനർ ആൻഡ് ലിപ് ബാം ആൻഡ് ലിപ് ഓയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പം തൊട്ട് മാളൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു പേരിലൊരാള്, കുട്ടിയാണോ ചേച്ചിയാണോ ആരാന്ന് എനിക്കറിയില്ല, അവർ കുറേ ആയി ചോദിക്കുന്നു അതിൻ്റെ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണ് ബാല അതിൻ്റെ റൈറ്റ് ടൈം ഒത്തു വന്നത്. സോ ഐ തോട്ട് ഓഫ് മേക്കിംഗ് ദിസ് വീഡിയോ. ആൻഡ് ഈ ഐലൈനർ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാമല്ലോ ഗൈസ്, ഇതൊരു കിഡിലോസ്കി ഐലൈനറാണ്. തുപ്പൽ പ്രൂഫ്, വാട്ടർ പ്രൂഫ് ഐലൈനർ ആണ്. ഞാൻ തുപ്പൽ വെച്ച് ചെറുതായിട്ടൊന്ന് മായ്ച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒന്നും പോയില്ല. വാട്ടർ പ്രൂഫും ആണ്, നല്ല എന്താ പറയുക, പെട്ടെന്ന് ഉണങ്ങും, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. സോ നമുക്ക് വേഗം ഐലൈനർ കാണാം. സോ ഇതാണ് നമ്മുടെ താരം, ഇന്നത്തെ നമ്മുടെ ഐലൈനർ, തുപ്പൽ പ്രൂഫ് വാട്ടർ പ്രൂഫ് ഐലൈനർ. സോ ഇത് ഒരു പെന്ന് പോലെ ഇരിക്കുന്നത്, നല്ല ഭംഗിയുണ്ട്. തുറന്നു കഴിഞ്ഞാൽ പെന്ന് പോലെ തന്നെയാണ്, ഒരു മാർക്കർ പോലെ. മേലെ രണ്ട് ക്യൂട്ട് കൊമ്പൊക്കെ ഉണ്ട്. ആൻഡ് മാക്സ് എന്നാണ് കമ്പനിയുടെ പേര്, കാണുന്നുണ്ടോ? ഓക്കെ. ആൻഡ് 2023 മേക്കാണ്, 2028 വരെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. സോ ഞാൻ തുപ്പൽ പ്രൂഫിന് എടുത്ത് പറയാൻ കാരണം ഗൈസ്, ഞാൻ എപ്പോഴും ഐലൈനർ ഇടുമ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാൻ മേക്കപ്പ് റിമൂവർ വെച്ചിട്ടോ വെള്ളം വെച്ചിട്ടോ അല്ല മായ്ക്കാറ്. ഞാൻ പെട്ടെന്ന് തുപ്പൽ എടുത്തിട്ട് തുടച്ചിട്ടാണ് മായ്ക്കാറ്. അങ്ങനെ തന്നെ ആയിരിക്കും മെജോറിറ്റി ഓഫ് യൂ എന്ന് എനിക്ക് തോന്നുന്നു. അത് കാരണം ഞാൻ എപ്പം ഐലൈനർ വാങ്ങുമ്പോഴും തുപ്പൽ വെച്ചിട്ട് മായ്ക്കുമ്പോൾ പോകുന്നുണ്ടോ നോക്കാറുണ്ട്. ഇങ്ങനത്തെ ഈ തുപ്പൽ പ്രൂഫ് വാട്ടർ പ്രൂഫ് ഐലൈനേഴ്സ് ആണ് ഞാൻ പുറത്ത് നമുക്ക് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാറ്. അല്ലെങ്കിൽ നമ്മുടെ പാവപ്പെട്ടവരുടെ ലാക്മേ ഡാസ്ലറൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. സോ നമുക്ക് വേഗം ഇതിൻ്റെ അപ്ലിക്കേഷനിലോട്ട് പോകാം. എനിക്ക് പൊതുവേ ക്യാമറ നോക്കിയിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കാരണം തന്നെ ഞാൻ ഒരു മിറർ പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വേറൊരു മിറർ ഉണ്ടായിരുന്നു പണ്ടാരം, അതാണെങ്കിൽ ഇപ്പോൾ കാണാനില്ല ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മിറർ നോക്കിയിട്ടിടാണ്. മിററിൻ്റെ അവസ്ഥ നോക്ക്, ഗതികേട്. ഞാൻ മുന്നേ തേച്ച ഫൗണ്ടേഷൻ കൺസീലർ എല്ലാം ഉണ്ട്. എന്നെ കാണുന്നുണ്ടോ ഗൈസ്? സോ നമുക്ക് വേഗം ഇട്ട് തുടങ്ങാം. ഇത് ഞാൻ പറഞ്ഞല്ലോ പെന്ന് പോലെയാണ്. സോ ഞാൻ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിക്കാം. അത് കാരണം ഞാൻ ഇടയ്ക്ക് ക്ലോസ് വരാം, ഇടയ്ക്ക് ഇതിൽ നോക്കിയിടാം. ഓക്കെ. ഈശ്വര, അതിപ്പോൾ ഞാൻ എങ്ങനെ ഇടും? പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര പ്രിസൈസ് ആണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണോ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് അതുമാതിരി തന്നെ നമ്മുടെ രീതിക്ക് അത് വരും. നല്ല സ്മൂത്താണ് നമുക്ക് യൂസ് ചെയ്യാൻ. എന്ത് ചൂടാണ് ഗൈസ്, ഞാനിവിടെ ഉരുകാണ്. നാട്ടിലൊക്കെ എങ്ങനെയുണ്ട് ചൂട്? നാട്ടിലത്തെ ചൂട് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല, നല്ല ചൂടുണ്ടാവും. ഞാൻ പാലക്കാട് എൻ്റെ നാടെന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരും പറയാറുണ്ട്, ഓ പാലക്കാട് നീ എങ്ങനെ ഇരിക്കും, അവിടുത്തെ ചൂട് സമ്മതിക്കണം എന്നൊക്കെ. പക്ഷെ ഞാൻ എവിടെയോ വായിച്ചു ഗൈസ്, കൊല്ലത്ത് പുനലൂരിൽ ഭയങ്കര ചൂടാണ്. അപ്പം അവിടെയാണോ കൂടുതൽ പാലക്കാടാണോ കൂടുതൽ എനിക്കറിയില്ല. പൊതുവെ എല്ലാവരും പാലക്കാട് എന്ന് പറയുമ്പോൾ നിങ്ങളെ സമ്മതിക്കണം അവിടെ ഇരിക്കണേൽ എന്നാണ് പറയാറ്. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാ നാട്ടിലും ഒരുപോലെ തന്നെ ആയിരിക്കും. നമ്മളിവിടെ മൈസൂർ പൊതുവെ എപ്പോഴും ചൂട് കുറവാണ്, പക്ഷേ ഈ ഇയർ ഭയങ്കര ചൂട് ഗൈസ്, താങ്ങാൻ പറ്റുന്നില്ല നമുക്ക്. അപ്പോൾ അതാണ് അവസ്ഥ ചൂടിൻ്റെ. കുറച്ചിട്ടു കേട്ടോ, ഞാൻ കാണുന്നുണ്ടോ? എൻ്റെ പിന്നെ ഭയങ്കര ഉണ്ട കണ്ണായത് കാരണം എനിക്ക് പെട്ടെന്ന് ഇടാൻ കിട്ടാറുണ്ട്. എനിക്ക് വേണമെങ്കിൽ നമുക്കൊരു വാലൊക്കെ വരച്ചു കൊടുക്കാം. ഞാൻ കണ്ണിലാണ് ഇടുന്നത്, പക്ഷേ സംസാരിക്കുമ്പോൾ എന്താ ചുണ്ടിലിടുന്ന പോലെയാണ് ഞാൻ സംസാരിക്കുന്നത്. ചുണ്ട് പിടിച്ചിട്ടാണ്, കാരണം എനിക്ക് ഒരുപാട് ഇട്ടുകൊണ്ട് സംസാരിക്കാൻ അങ്ങനെ പറ്റാറില്ല. ചെറിയൊരു വാല് വേണമെങ്കിൽ നമുക്കൊരു വീണ്ടും ഇട്ട് കൊടുക്കാം. ഇട്ടു ഗൈസ്, ഞാൻ എന്തൊക്കെയാ പറയുന്നു. ഇപ്പം നിങ്ങൾക്ക് ഡിഫറൻസ് അറിയുന്നുണ്ടാവും. ഈ കണ്ണിൽ ഞാൻ ഇട്ടു, കുറച്ചുകൂടെ ഉണ്ട കണ്ണായി. ഈ കണ്ണ് കൂടി ഇട്ടിട്ട് നമുക്കിനി കാണാം. ഞാൻ പൊതുവേ ഇടുമ്പോൾ ഫസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ എനിക്ക് എത്ര കട്ടിയിൽ വേണം അതിന് വേണ്ടി ഫസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാറാണ്. എന്നിട്ടാണ് ഉള്ളിൽ ഞാൻ ഫില്ല് ചെയ്യാറ്. പിന്നെ അവസാനമാണ് ഒരു കുഞ്ഞ് വിങ് ഇട്ട് കൊടുക്കാറ്. ഇതെന്താ പറയുക, ഐലൈനറിൻ്റെ ട്യൂട്ടോറിയൽ ഒന്നും അല്ല, പക്ഷേ ഈ ഐലൈനർ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ്. ഈ ഐലൈനർ നാട്ടിൽ കിട്ടുമോ ചോദിച്ചാൽ എനിക്കറിയില്ല ഗൈസ്. ഓൺലൈനിലൊക്കെ കിട്ടാൻ ചാൻസ് കുറവാണ്. സോ നമ്മൾ കണ്ണ് എഴുതി കഴിഞ്ഞു ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, രണ്ട് കണ്ണും ഒരേമാതിരി സൈസ് ആയിട്ടുണ്ട്. ആദ്യം ഇതിട്ടപ്പോൾ കുറച്ചൊന്ന് എന്താ പറയുക എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഇതും കൂടി ഇട്ടപ്പോൾ സെറ്റായി. ഞാൻ ചെറിയൊരു വാല ഇട്ട് കൊടുത്തിട്ടു കേട്ടോ. നമുക്കൊരു മസ്കാര കൂടി ഇടാം ഗൈസ്, അപ്പോഴാണ് കുറച്ചുകൂടി ഡിഫറൻസ് അറിയാം. ഞാനിത് ലോറിയലിൻ്റെ മസ്കാരയാണ് കേട്ടോ. ഇതും ഞാൻ സൗദിയിൽ നിന്ന് വാങ്ങിയതാണ്. സോ നമുക്കൊരു മസ്കാര കൂടി ഇടാം, അപ്പോഴാണ് കണ്ണ് കുറച്ചുകൂടി ഒന്ന് വിടർന്ന് നിൽക്കുക. ഈ മസ്കാര സൂപ്പർ മസ്കാരയാണ് ഗൈസ്. നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഒറ്റ കണ്ണിലിട്ടിട്ട് ഞാൻ ഡിഫറൻസ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് അറിയുന്നുണ്ടാവും. ഞാൻ
ക്ലോസപ്പ് വരാം. ഇത് കുറച്ച് നല്ല വിടർന്ന് നിൽക്കുന്നില്ലേ, ഇതിൽ അങ്ങനെ ഇല്ല. ഇത് കുറച്ചുകൂടെ ഒരു ഭംഗി കുറച്ച് കൂടുതൽ നമുക്ക് കണ്ണിന് തോന്നും. അടിപൊളി മസ്കാരയാണ് കേട്ടോ. നമുക്കിനി അപ്പുറത്തെ കണ്ണിലും കൂടി ഇടാം. ഓ, എനിക്ക് ക്യാമറ നോക്കിയിടാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഗൈസ്. നല്ല മസ്കാര കേട്ടോ, ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണിത്. ഈ ഐലാഷസ് ഒന്നും അധികം ഇല്ലാത്തവർക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഉള്ളതുപോലെ തോന്നിക്കും. അപ്പോൾ സെറ്റായില്ലേ രണ്ട് കണ്ണും? സോ നല്ല ഐലൈനറാണ് ഗൈസ്. ആൻഡ് സോ ഇത് രണ്ടെണ്ണമാണ് ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സ്, ഈ ഐലൈനറും ഈ മസ്കാരയും. സോ എൻ്റെ ഈ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഐലൈനറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി എനിക്ക് ഇവിടെ ഇത് കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും ഇതിൻ്റെ ഒരു ഇമേജ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും സൈഡിൽ കൊടുക്കാം. കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങി നോക്കണം. യൂസ്ഫുൾ വീഡിയോ ആണ്, പക്ഷേ ഈ പ്രൊഡക്റ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പെൻ ടൈപ്പ് ആയത് കാരണം നമുക്ക് പെട്ടെന്ന് ഈസിലി അപ്ലൈ ചെയ്യാം. നമ്മുടെ രീതിക്ക് ഇത് പോകും കേട്ടോ. അങ്ങനത്തെ ഒരു ഐലൈനറാണ്. മറ്റ് ഐലൈനർ പോലെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വളഞ്ഞു കുറച്ച് കൂടി കുറഞ്ഞു അങ്ങനെ ഇല്ല. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നമുക്ക് എത്ര തിക്നെസ്സിൽ വേണം ആ ഒരു ഔട്ട്ലൈൻ ആദ്യം വരച്ചിട്ട് ഫില്ല് ചെയ്താൽ മതി. പെട്ടെന്ന് പണി തീരാവുന്നതേ ഉള്ളൂ. അപ്പം ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ മാളൂട്ടിക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മാളൂട്ടി ഇത് കാണുമില്ലെന്ന് എനിക്കറിയില്ല. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഗൈസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സപ്പോർട്ട് മീ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.